ഞാൻ ആലോചിക്ക കുഞ്ഞമ്മേനെ കണ്ട അപ്പം വീട്ടിൽ കൊല്ലെന്ന് പറഞ്ഞു വന്നോൻ ഇപ്പൊ കുഞ്ഞമ്മയുടെ വലം കയ്യ. എന്തൊക്കെയാണ് അവിടെ നടക്കണത് എനിക്കറിയില്ല. ഇപ്പൊ അകത്തുള്ളവരൊക്കെ പുറത്തും പുറത്തുള്ളവരൊക്കെ അകത്തു പോയി. അതന്നെ. അതാ വരുന്നു കേട്ടോ കുഞ്ഞമ്മയുടെ ഗുണ്ട. എന്തുണ്ടായിട്ടാണ് അവ വരണേ? എന്താ ഉത്തമ? എന്താണ് രണ്ടുപേരും പുറത്തിറങ്ങിയിരിക്കണത്? ഇറക്കി വിട്ടാ അകത്ത് കുഞ്ഞമ്മയുടെ ഭരണം നടക്കല്ലേ? കുഞ്ഞമ്മയുടെ മരണോ? കുഞ്ഞമ്മ തട്ടിപ്പോയാ? കുഞ്ഞമ്മയുടെ മരണല്ല, കുഞ്ഞമ്മയുടെ ഭരണം. വെറുതെ മനുഷ്യനെ ആശിപ്പിച്ച്. നീ ഇപ്പൊ എവിടെന്നാ വരണേ? ഞാനൊന്ന് ജയില് വരെ പോയതാ. ജയിലിലോ? നീ എന്ത് ചെയ്തിട്ട്? നമ്മുടെ കുഞ്ഞമ്മക്ക് ഇവിടുത്തെ ഭക്ഷണം തീരെ അങ്ങോട്ട് പിടിക്കണില്ല. ജയിലിലെ ചപ്പാത്തി വേണം. ഇപ്പൊ ഞാൻ കാക്കനാട് സബ് ജയിലിൽ ചെന്നിട്ട് അവിടെ ഉണ്ടാക്കണ അവിടുത്തെ ചപ്പാത്തി മേടിച്ചോണ്ട് വരുവാ. നോക്കട്ടെ, കറിയുണ്ട്. ഇതാണ് ജയിലിലെ ചപ്പാത്തി. ഇതെന്തൊരു സോഫ്റ്റ് ആണ്. ഇവിടെ ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തി. ഇത് എത്ര ഉണ്ടായത്? അതിലൊരു 10 എണ്ണം ഉണ്ടാവും. അത് മുഴുവൻ കുഞ്ഞമ്മ നിന്നുവോ? ഉണ്ടെന്നാ നീ അത് നോക്കി വെള്ളം ഇറക്കി അവരുടെ വയറ് കമ്പാക്കാനായിട്ട്. അതെ, ഈ ചപ്പാത്തി കഴിച്ചതിന് ശേഷം ഒരു 12 എനിക്ക് വീണ്ടും ജയിലിൽ പോകണം. അതെന്താ ഇതിന്റെ കാശ് കൊടുത്തില്ലേ? കാശ് കൊടുക്കാനിട്ടല്ല, കുഞ്ഞമ്മക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള പൊതിച്ചോറ് മേടിക്കണ്ടേ? അതും അവിടുന്ന് കുഞ്ഞമ്മക്ക് അത് മതി എന്നാ പറയണത്. ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങളല്ലേ. ഇപ്പൊ തന്നെ അകത്ത് നല്ല കക്കൂസ് ഉണ്ടായിട്ടും പങ്കിയമ്മ പുറത്തെ കക്കൂസിലല്ലേ പോണത്. നീ എന്തിനാ ഈ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ കക്കൂസിന്റെ കാര്യം പറയണേ? ഭക്ഷണം ഉണ്ടെങ്കിലേ കക്കൂസിന്റെ ആവശ്യമുള്ളൂ. അതേ, നീ അത് കൊണ്ടേ കൊടുത്തേ. അത് വെട്ടി പിടിക്കിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കട്ടെ. അയ്യോ, സമയം പോയി. ഉത്തമ, ഓ ഒന്ന് നിന്നേ. എന്താ? അതേ, നീയും കുഞ്ഞമ്മയും തമ്മിൽ എങ്ങനെയാ പരിചയം? പറയടാ. എന്റെ അപ്പുണ്ണി ഇവിടുത്തെ അമ്മയുടെ അനിയത്തിയല്ലേ. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ അറിയാണ്ടിരിക്കണത്? അമ്മയുടെ അനിയത്തിയൊക്കെ അവിടെ നിൽക്കട്ടെ, വേറെ എങ്ങനെയോ ഒരു ബന്ധങ്ങൾ തമ്മിലുണ്ട്. നിന്നെ കണ്ടപ്പം കുഞ്ഞമ്മ വേറൊരു പേര് വിളിച്ചല്ലോ. എന്ത് പേര്? എന്താ ഓട്ടക്കല ഉത്തമെന്നോ? ഓട്ടക്കല ഉത്തമൻ? അത് പറയണ്ടേ. അത് ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോയ സമയത്തെ കുറച്ചു കാലം എനിക്ക് ഈ മൺകലത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കച്ചവടം ചെയ്യാൻ ചെന്നപ്പോ ഒരു ഓട്ടമുള്ള കലം ഞാൻ കുഞ്ഞമ്മയുടെ തലയിൽ വെച്ചു കൊടുക്കാൻ നോക്കി. അത് അവര് കയ്യോടെ പൊക്കി. അന്നിട്ട പേരാണ് ഓട്ടക്കല ഉത്തമൻ. എന്നപ്പോ ഞാൻ ചപ്പാത്തി കൊണ്ട് കൊടുക്കട്ടെ? അല്ലല്ല, നീ അവിടെ നിക്ക്. നിന്റെ കള്ളത്തരൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടേ നീ സത്യം ഒന്ന് തുറന്നു പറഞ്ഞേ. എങ്ങനെ നീ ശരിക്കും കുഞ്ഞച്ചിനെ പരിചയം? ശരിക്കുള്ള കഥ പറയണ? പറയട ഉത്തമ, നമ്മളൊക്കെ ഒരു കുടുംബല്ലേ. അത് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കും. ഒരു പേടിയില്ല, നീ പറയാ. അത് ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോയ സമയത്തെ കുറച്ചു കാലം ഇടവപ്പാതിയിൽ ഈ വാറ്റുകാരുടെ സഹായിയായിട്ട് ഞാൻ കൂടിയായിരുന്നു. അന്ന് വാറ്റുകാരുടെ കലം കഴുകി കൊടുക്കലായിരുന്നു എന്റെ പരിപാടി. ഒരു കാലത്തിന് 25 പൈസ കിട്ടും. ആ കാലമായിട്ട് പോയിരുന്നെങ്കിൽ 25 ഉറുപ്പിക കിട്ടിയാനെ. അല്ല, ആ സമയത്താണ് ഈ വാറ്റുകാർക്കെതിരെ സമരം ചെയ്യാൻ കുഞ്ഞമ്മ അവിടെ വന്നത്. അപ്പൊ ഞാനും കുഞ്ഞമ്മയും കൂടി ഒന്ന് മുഖാമുഖം കോർത്ത്. കുഞ്ഞമ്മ ഒരു മംഗലെടുത്തിട്ട് ഒറ്റ അടി എന്റെ തലക്കെട്ട്. പിന്നെ 3 മാസം ഞാൻ ആശുപത്രിയിലായിരുന്നു. അപ്പോഴാണ് കുഞ്ഞമ്മക്ക് മനസ്സിലായത് ഞാൻ ഒരു ഗതിയും പരഗതിയില്ലാത്തവനാണ്. പിന്നെ ആശുപത്രി വന്ന് എന്നെ നോക്കുക, ബ്രെഡ് മേടിച്ചു തരിക, കഞ്ഞി മേടിച്ചു തരിക, ചോറ് മേടിച്ചു തരിക. അങ്ങനെ പോയി കുഞ്ഞമ്മയും ഞാനും തമ്മിൽ ഭയങ്കര കൂട്ടായി. അപ്പൊ കുഞ്ഞമ്മ ആശുപത്രി വെച്ചിട്ട പേരാണ് ഓട്ടക്കലൊന്ന്. ആ സമയത്താണ് കുഞ്ഞമ്മ വീട് കത്തിക്കലും പ്രശ്നമൊക്കെ ഉണ്ടായത്. അന്ന് കുഞ്ഞമ്മ ജയിലിൽ പോയി. പിന്നെ അതെ ഇപ്പൊ ഇവിടെ വെച്ചാ കാണുന്നത്. അതെ ഉത്തമ, നീ കുഞ്ഞമ്മയായിട്ട് ഇപ്പൊ ഇത്രയും നല്ല ബന്ധമുള്ള സ്ഥിതിക്ക് നീ കുഞ്ഞമ്മയുടെ ഒരു കാര്യം പറയണം. നമ്മുടെ ഈ തറവാട് ആശ്രമത്തിന് എഴുതി കൊടുക്കുന്നതിന് കുഞ്ഞമ്മയോട് പിന്തിരിയാൻ പറയണം. അപ്പുണ്ണി, ഞാൻ പറഞ്ഞേനെ. പക്ഷെ നീ പറഞ്ഞതില് ഒരു അഹങ്കാരത്തിന്റെ ധ്വനി കിടക്കുന്നുണ്ട്. നീ അപേക്ഷയുടെ സ്വരത്തിൽ എന്നോട് പറ, ഞാൻ ശ്രമിക്കാം. എന്താ അഹങ്കാരടാ ഉത്തമ? നമ്മളൊരു കുടുംബത്തിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാർ അതിന്റെ ഇടയ്ക്ക് കുഞ്ഞേച്ചി കയറി വന്നിട്ട് ഈ തറവാട് ആശ്രമത്തിന് കൊടുക്കും പറഞ്ഞാൽ ആരാ സഹിക്കുക? നീ ഇത് കേട്ട് പഠിക്കേളിമ്മ. അതാണ് രാഷ്ട്രീയക്കാര്. മറിയേണ്ട അടുത്ത് മറിയും. അമ്മാവൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ശ്രമിക്കാം. കാരണം ഈ തറവാടിന്റെ കാര്യമല്ലേ, അതെന്റെയും കൂടി കാര്യമാണല്ലോ. ആണല്ലോ. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ഞാൻ തോർത്തുങ്ങനെ നീ എന്തിന് ഒരു എളിമ കാണിക്കാനാണ് കുഞ്ഞമ്മ എടുത്ത് അവിടെ കൊടുക്കാം. എന്തിനു കാണിക്കട്ടെ? അങ്ങോട്ട് ചെല്ല്. കുഞ്ഞമ്മ ചപ്പാത്തി ഇതൊക്കെ അല്ലേ? ഓ, എന്തൊക്കെ ഇവിടെ കള്ളനട്ട ഇവനെ ഇപ്പൊ പറഞ്ഞ കഥ ഉണ്ടല്ലോ, അത് നീ ഫുള്ള് വിശ്വസിച്ചു? ഇല്ല, അതിനകത്ത് കള്ളത്തരുണ്ട്. ഉത്തമന ആള്, എന്നാലും ചെറുതായിട്ടൊന്ന് മാച്ച് ആയി നിൽക്കുന്ന ഒരു കഥയാണിത്. പറയാൻ പറ്റില്ല, ചിലപ്പോ ഉണ്ടാവും ചിലപ്പോ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലൊക്കെ നടന്നു കിട്ടിയാൽ മതി.
കഴിക്കും. അടയും കപ്പ അല്ല ചപ്പാത്തി അത്. ചപ്പാത്തി എന്ന് പറഞ്ഞാണ്ടല്ലോ ഇതുപോലെ ഇരിക്കണം ചപ്പാത്തി. അതെ, ഈ ജയിലിലെ ചപ്പാത്തിക്ക് ഭയങ്കര ഡിമാൻഡാ. കൗണ്ടറിലൊക്കെ എന്താ തിരക്കെന്നറിയാമോ? പിന്നെ ഒരു കണക്കിന് ഞാൻ കുത്തിക്കേറിയ ദാനം മേടിച്ചത്. അയ്യോ, നിനക്കൊരു വാക്കാ പോലീസുകാരനോട് പറയായിരുന്നില്ലേ വാറ്റിലാതയ്ക്ക് വേണ്ടിട്ടെന്ന്? എങ്കിൽ അവര് പെട്ടെന്ന് എടുത്ത് തന്നേനെ. കുഞ്ഞമ്മേനെ പരിചയപ്പെടുത്തിട്ട് വേണം ഞാൻ ആരാന്ന് അവരോട് പറയാനുണ്ട്. ചുമ്മാ എന്തിനാ ജയിലിലേക്ക് ഒരു എൻട്രി മേടിച്ചു കൂട്ടുന്നത്? കുഞ്ഞമ്മേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കുഞ്ഞമ്മ ജയിലിലായിരിക്കുമ്പോഴേ അവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമായിരുന്നോ? ചിരിക്കാതെ അവർ ചോദിച്ചതിന് ഉത്തരം പറ. അതെ, ചപ്പാത്തി ഉണ്ടാക്കുമോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയേ ഇല്ല. എന്താ കാരണം എന്നറിയോ? എന്താ? ജയിലിലുണ്ടാക്കണ ചപ്പാത്തിയില് ഞാൻ ഉണ്ടാക്കണ ചപ്പാത്തിയാണ് ഏറ്റവും കൂടുതൽ രുചി. ഭയങ്കര രുചിയാണ് ഞാൻ ഉണ്ടാക്കണ ചപ്പാത്തി എന്നാണ് അവിടെ എല്ലാരും പറയാറുണ്ടായിരുന്നത്. അത് മാത്രല്ല, ജയിലിൽ ചപ്പാത്തി ഉണ്ടാക്കണ ദിവസം, അതായത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണ ദിവസം എക്സ്ട്രാ 50 പാക്കറ്റാണ് വിറ്റഴിഞ്ഞ് പോയായിരുന്നത്. ഇത് ഞാൻ പറയണതല്ല, ജയിൽ സൂപ്രണ്ട് അനന്ത പത്മനാഭൻ സാറ് പറയണതാണ്. അത് മാത്രല്ല, സാർ എപ്പോഴും എൻ്റെ അടുത്ത് പറയേ, രാധേ നീ ഉണ്ടാക്കുന്ന ദിവസം ഒരു 50 പാക്കറ്റും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കി കൂടെയെന്ന്. ഓ, ഞാൻ സാറെടുത്ത് പറയും, പൊന്ന് സാറേ എന്നെ കൊണ്ട് പറ്റില്ല, അത് ഇത്തിരി ഓവറല്ലേന്ന്. അത് തന്നെ ഞങ്ങൾക്കും തോന്നുന്നത്, കുറച്ച് ഓവറാണ്. ചപ്പാത്തി ഉണ്ടാക്കണ കാര്യമോ? കുഞ്ഞമ്മേ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അതെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംശയം ചോദിക്കാൻ പാടില്ല. എന്തിട്ടാടാ ചോദിക്കട്ടേന്ന്? ഒരെണ്ണം ചോദിച്ചു. ഈ പിന്നെ ജയിലിലൊക്കെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മെഷീൻ അല്ലേ? അപ്പോ കുഞ്ഞമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് മാത്രം എന്താ ഇത്ര ടേസ്റ്റ് ഇരിക്കുന്നത്? കേക്ക് ഞാൻ കേട്ടു. എടി, ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മാത്രമാണ് ഈ മെഷീൻ. അത് കുഴക്കണത് മനുഷ്യന്മാരാ. അതിനുള്ള മെഷീൻ അവിടെ വാങ്ങിച്ചിട്ടില്ല. മനസ്സിലായിണ്ടാ? ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ രുചിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് അതിന്റെ കുഴക്കണേന്റെ ആ റെസിപ്പിയിലാണ്. മനസ്സിലായി? ഞാൻ കുഴയ്ക്കുമ്പോ അതിന്റെ അളവ് എന്ന് പറയുന്നത് പെർഫെക്റ്റാ. അതാണ് അതിന്റെ രുചി. അതാണ് ഞാൻ ഉണ്ടാക്കുമ്പോ ചപ്പാത്തിക്ക് മെഷീൻ പരത്തിയാലും ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പൊ കറക്റ്റായി. അല്ലെങ്കിലേ കുഞ്ഞമ്മ തള്ളിയതാന്ന് ഞങ്ങളൊക്കെ കരുതിയത്. അവളുടെ ഒരു ഓഞ്ഞ തമാശ. അതെ, തമാശയൊക്കെ ആവാം, പക്ഷെ ആളും തരം നോക്കി വേണം തമാശ പറയാൻ. മനസ്സിലായിണ്ടോ? ഷായനക്കുട്ടി, ഇതുപോലെ തമാശ പറഞ്ഞൊരു പെൺകുട്ടിയാണ് കാലേവാരി ഭിത്തിയിലടിച്ചത്. പേടിപ്പിക്കല്ലേ പിള്ളേരെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? അത് തിന്നിന്റെ ബാക്കിയല്ലേ? മറ്റേ കാര്യം. അതെ കുഞ്ഞമ്മേ, ഇവരെല്ലാവരും കൂടി കുഞ്ഞമ്മയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞ എന്നെ ചട്ടം കെട്ടി നിൽക്കുക. അല്ല, അത് വേറൊന്നുമല്ല, നമ്മുടെ തറവാട് ആശ്രമത്തിന് എഴുതി കൊടുക്കുന്ന കാര്യം ഒന്നുകൂടെ പുനഃപരിശോധിച്ചു കൂടെ എന്നാണ് ഇവരുടെ ചോദ്യം. എന്റെ അല്ല ഇവരുടെയാണ്. ആണോ? ഉറപ്പിച്ച് പറ. എന്നാ പിന്നെ പരിശോധിക്കാം. തറവാട് ആശ്രമത്തിന് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാം നമുക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനാ? ആ സാറാമെന്ന് പറഞ്ഞോളില്ലേ, അവളെ ഈ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കണം. ഇറക്കിയപ്പോ അടിക്കണം. അടിച്ചെന്നെ ഇറക്കണം. അത് ശരി. പെട്ട് സാറാമ്മ ഇവിടുന്ന് അടിച്ചിറക്കാന്ന് ആരും വിചാരിക്കണ്ട. ഇതപ്പോ വന്ന് ചില നെറികെട്ട രാഷ്ട്രീയ കളികൾ കളിക്കുന്ന രാഷ്ട്രീയക്കാര് പോലും ഇമാതിരി ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കണ്ടോ? ഇതാണ് രാധാലക്ഷ്മിയുടെ ഒത്തുതീർപ്പ് ഫോർമുല. കുഞ്ഞമ്മേ, ഏതൊരു ഒത്തുതീർപ്പിന് 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ മാത്രം ഓരോ ഓപ്ഷൻ കൊടുക്കുന്നത് ഭയങ്കര ജനാധിപത്യ വിരുദ്ധമാണ് കേട്ടോ. അതെ, ഞാൻ ജയിലിൽ നിന്നാ വരണത്. എന്റെ അടുത്തുനിന്ന് ഇത്രയൊക്കെ ജനാധിപത്യം പ്രതീക്ഷിച്ചാ മതി. ഷാഹിന, അവളോട് ഇറങ്ങി പോവാൻ പറ. ഏത് നിമിഷവും ജയിലിലേക്ക് പോകാൻ നിൽക്കുന്ന നിങ്ങളാണോ എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നത്? അതെ, ജയിലെന്ന് പറഞ്ഞ കുഞ്ഞമ്മേനാണ് പേടിപ്പിക്കുന്നത്. കുഞ്ഞമ്മക്ക് ജയിലെന്ന് പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് പോലെ. ഞാൻ പറയട്ടെ, പുറത്ത് ബോറടിച്ച് കഴിയുമ്പോ ഒരു റിലാക്സേഷന് വേണ്ടിട്ടാണ് ജയിലിലേക്ക് കയറണത്. ആ ആളെ പേടിപ്പിക്കാൻ നോക്കണത്.
അതിന് ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർക്ക് അറിയോ ശരിക്കും ഞാൻ ആരാന്ന്? എന്റെ കോണ്ടാക്ട് ലിസ്റ്റും എന്റെ കണക്ഷൻസും എന്താന്ന് ഇവർക്ക് അറിയോ? അതാണ്. അതെ കുഞ്ഞമ്മ, ഞങ്ങളുടെ സാറാമ്മനെ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കണ്ട. ഇവർക്ക് അങ്ങ് ഡൽഹിയിൽ ഇവർക്ക് പിടിപാട്. ഡൽഹിയിൽ പിടിയുള്ള പ്രതാപേന്ദ്രനല്ലേ? അല്ല, സാറാമ്മയ്ക്കും പിടിപാട് ഉണ്ടാവും. എന്റെ മരതകം, അതൊക്കെ എന്തിനാ ഇവരോട് പറയുന്നത്? ജയിൽപുള്ളി, സർക്കാർ നിങ്ങൾക്ക് പരോളം തന്ന് നാട്ടിലോട്ട് ഇറക്കി വിട്ടേക്കുന്നതേ വീട്ടുകാർക്ക് നേരെ ഗുണ്ടായിസം കാണിക്കാനല്ല. അത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. എടി സാറാമേ, നിനക്ക് ജയിലിൽ പോയിട്ട് പരോളിൽ ഇറങ്ങി വന്ന ഒരു രാധാലക്ഷ്മിനെ അറിയുള്ളൂ. അതൊക്കെ മുന്നൊരു രാധാലക്ഷ്മി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്നേ ചെറിയൊരു പഠനം നടത്തിയ നിങ്ങൾക്കൊക്കെ കൊള്ളാം. എന്തായാലും ഈ തറവാട്ടിൽ നിന്ന് നിങ്ങളെ ഓരോത്തിനെ അടിച്ചിറക്കിയിട്ടേ രാധാലക്ഷ്മി ഇവിടുന്ന് പോവുള്ളൂ. മനസ്സിലായല്ലോ? അയ്യോ, ദേഷ്യപ്പെട്ട് ചപ്പാത്തി കൊണ്ടക്കളല്ലേ? ആര് ചപ്പാത്തി കളയുന്നു? ഇത് അവിടെ പോയിരുന്നു കഴിക്കാനാ. കണ്ടാ, നിങ്ങൾ കാരണം കുഞ്ഞമ്മ ചപ്പാത്തി കഴിക്കാതെ പോയതുണ്ടാ? പിന്നെ ആ ഡയലോഗിനിടെ 8 ചപ്പാത്തി അവർ തിന്നേ. 8 അല്ലടി 9 കഴിച്ചു. ശരിയാ. അമ്മായി, വെറുതെ കുഞ്ഞമ്മേന്റെ ഉടക്കാൻ നിൽക്കണ്ട. എനിക്ക് കുഞ്ഞമ്മേനെ ശരിക്കറിയാം. ഉടക്കി കഴിഞ്ഞാൽ ഭിത്തിയിൽ ഒട്ടിച്ചു കളയും. ഓ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാൽ അമ്മായി കൊള്ളാം. എന്തായാലും ഞാൻ അപ്പുറത്തെട്ടിയല്ലേ, അല്ലെ കുഞ്ഞമ്മ ഓടിങ്ങ വരും വഴക്കിടാനായിട്ട്. ഇത് ഞാൻ എടുക്കുവാണേ. ആത്മവിദ്യാലയമേ അവനിയിലാത്മവിദ്യാലയമേ മന്നവനാട്ടെ മാനവനാട്ടെ വഞ്ചിതനൊടുവിൽ എന്റെ അളിയ, ഇവിടെ ഇരുന്ന് ഈ ദുഃഖഗാനം പാടാതെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. വാ, ഞാൻ പോകുന്നുണ്ട്. വാ, നമുക്ക് ഒരുമിച്ച് പോവാ. ഓ, ഞാനങ്ങ് പറഞ്ഞില്ല അളിയ. ഇവിടെ ഇരുന്നിട്ട് തന്നെ തറവാട് കൈവിട്ട് പോയതിനെ പറ്റി ഓരോരുത്തരും ഫോണിൽ വിളിച്ച് കളിയാക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഞാൻ പുറത്തിട്ട് പോലെ ആളുകൾ ചോദിക്കാൻ ഞാൻ എന്തോ മറുപടി പറയും? അളിയ, നമ്മുടെയൊക്കെ വീട്ടിലുള്ളതിനേക്കാൾ ഇരട്ടി പ്രശ്നങ്ങളാണ് അവന്റെയൊക്കെ വീട്ടില്. അവനാണ് നമ്മളെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കണത്. ആര് കേൾക്കാൻ പോണത്? എടാ, ഇത്രയും നാള് കൊട്ടിലപ്പാട്ട് ബലരാമൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലോടാ എന്റെ കെട്ടികളായിട്ട്. അളിയ, ചേച്ചി ഈ ചെയ്യണ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം പശ്ചാത്തപിക്കും. നോക്കിക്കോ. കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുക അവളിപ്പൊ പശ്ചാത്തപിക്കും. എവിടെ? ഞാനിപ്പോഴും പശ്ചാത്തപിച്ചോണ്ടിരിക്കുക. ഇനി കാറും വിളിച്ചോണ്ട് വല്ലവരും കളിയാക്കാൻ വരിക അതോടെ. ഏയ്, അതല്ല, കാര്യമായിട്ടാരോ ആണ്. സ്വാമിമാരാണല്ലോ. നമസ്കാരം. 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 ഇതല്ലേ കൊട്ടിലപ്പാട്ട് തറവാട്? അതെ. എവിടുന്നാന്ന് മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ ഈ തറവാടൊന്ന് കാണാൻ വന്നതാ. ഓ, അത് ശരി. ഇത് കൊട്ടിലപ്പാട്ട് തറവാടെന്നാ പറയാ. അങ്ങനെ കാണാൻ മാത്രം ചരിത്രപ്രസിദ്ധമായിട്ടുള്ള തറവാടൊന്നല്ല. ഇനി അങ്ങോട്ട് ചരിത്രപ്രസിദ്ധമായിക്കോളും. സോമിനി സീതാലക്ഷ്മിയുടെ തറവാടല്ലേ ഇത്? എങ്ങനെ കളിയാ? സീതാലക്ഷ്മി ചേച്ചിയുള്ള ആശ്രമത്തിൽ നിന്ന് വരികയാണോ അത്? എത്തിയാ? നമസ്കാരം സ്വാമി. രാധാലക്ഷ്മി? അതെ, സീതേച്ചിയുടെ അനിയത്തി. പറഞ്ഞിരുന്നു. അതെ, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ സീതേച്ചിയുള്ള ആശ്രമത്തിൽ നിന്ന് വന്ന പ്രധാന സ്വാമിമാരാ. ശരി. അപ്പോ സീതാലക്ഷ്മിയുടെ തറവാടൊക്കെ വെറുതെ ഒന്ന് സന്ദർശിക്കാന്ന് വിചാരിച്ചു വന്നായിരിക്കും അല്ലേ? അല്ല, തറവാട് ആശ്രമത്തിന് കൈമാറിയില്ലേ, അതിനു മുന്നോടിയായി ഒരു പ്രാഥമിക സന്ദർശനം. അയ്യോ, ഇതൊക്കെ എന്തിനാ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കുന്നേ? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാലോ. വരൂ സ്വാമി. ഒരു നിമിഷം. സ്വാമിനി സീതാലക്ഷ്മിക്ക് അവിടെ സുഖം തന്നെയല്ലേ? സുഖാണ്. സ്വാമിനി തറവാട് വിട്ടുപോയതിനു ശേഷം തറവാട്ടിൽ ഒരു സുഖമില്ല. സ്വാമി, പൂർവാശ്രമത്തിലെ ഭർത്താവ് ഒന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേരെ. പറയാം. വരൂ സ്വാമി, വരൂ. അവിടുത്തെ എല്ലാ സ്വാമിമാരും വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി വന്നവരാണോ? പങ്കേ
വരി സ്വാമി. അളിയ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാട്ടോ. എനിക്ക് ഈ ജാതി പ്രഹസനം ഒന്നും കണ്ടു നിൽക്കാൻ വയ്യ. ഇവിടെ നിൽക്കടാ, എന്താ സംഭവിക്കുന്ന നോക്കട്ടെ. എടുത്ത് കഴിക്കാൻ പറ. ചീത്തയായിപ്പോ പഴം തന്നെ ഒന്ന് ഉടഞ്ഞിരിക്കേ. സ്വാമി, ഷിബു സ്വാമി, സ്വാമി എല്ലായിടത്ത് കഴിക്കി. പഴങ്ങള് വേണ്ട, പഴച്ചാറ് മതി. ഈ പഴം എടുത്തിട്ടേ ഒരു ചരുവത്തി ഇട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് ഓട്ടച്ചിട്ട് ഇച്ചിരി പച്ചവെള്ളം കൂടി കൂട്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുക്ക്. അതല്ല ഉദ്ദേശിച്ചത്. ജ്യൂസ് ആണ് പറഞ്ഞത്. ആ ഞാൻ ഈ ചാറന്ന് കേട്ടപ്പോഴേ പെട്ടെന്ന് എല്ലാം കഴിക്കേ. കുടിച്ചാട്ടെ, ജ്യൂസ് കുടിച്ചാട്ടെ. പഴം സ്വാമി. ഇതിലേതാ പഴം സ്വാമി? അതല്ല ഉത്തമ പറഞ്ഞ പഴം കഴിക്കാൻ പറഞ്ഞതാ സ്വാമിയോട്. അതല്ല അവര് പറഞ്ഞ പഴം വേണ്ട ചാറ് മതിയെന്ന്. ആപ്പിള് പഴം. ആ ശിവസ്വാമി, സീതാലക്ഷ്മിക്ക് അവിടെ നല്ല സുഖാണോ? സുഖാണ്. ആണ്. താമസിക്കാൻ നല്ല സൗകര്യമുള്ള മുറിയൊക്കെയാണോ? ടി വി ഒക്കെ ഉണ്ടോ? എന്ത് വർത്താനം അപ്പിച്ച് പറയുന്നേ? സീതേച്ചി എന്താ അവിടെ സിനിമ ഷൂട്ടിങ്ങിന് പോയിക്കാന്നോ? ടി വി എ സി ഒക്കെ ഉള്ള റൂം കൊടുക്കാനേ. എടി അതെന്നാന്നോ, 10 മണിക്ക് സീ കേരളത്തിൽ ഒരു സീരിയലുണ്ട്, അത് കണ്ടില്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ ശിവസ്വാമി, ഈ 10 മണിക്കത്തെ സീ കേരളത്തിലെ സീരിയൽ കാണാനൊക്കെ സൗകര്യം കിട്ടുമോ അവിടെ? ഓ നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞ, അവിടെ പ്രാർത്ഥിക്കാൻ തന്നെ സമയം കിട്ടില്ല, പിന്നെ ടി വി അല്ലേ സ്വാമി? വേൾഡ് കപ്പ് ഉണ്ടായിരുന്ന ആശ്രമത്തിൽ വന്ന സമയത്ത് സോമിന് സീതാലക്ഷ്മിക്ക് എല്ലാത്തിനോടും ഭയങ്കര ദേഷ്യമായിരുന്നു. അത് ഇവിടെ അങ്ങനെ തന്നെ ഏട്ടാ, എല്ലാവരും ദേഷ്യോ. എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. പിന്നെ സോമിന് നാഗചൈതന്യയുടെ നിർദ്ദേശപ്രകാരം ദേഷ്യം കുറയ്ക്കുന്നതിനുള്ള ധ്യാനങ്ങൾ ചെയ്തു. എന്നിട്ട് ദേഷ്യം കുറഞ്ഞു കാണില്ലല്ലോ അല്ലേ? പാവം സ്വാമിനി പരാജയപ്പെട്ട് കാണും. നിങ്ങൾക്ക് തെറ്റി. സോമിനി സീതാലക്ഷ്മിയുടെ കോപം മാറി. ഇപ്പൊ സോമിനി ഏത് സമയം ധ്യാനത്തിലാണ്. ആശ്രമത്തിലെ സോമിനി നാഗചൈതന്യയുടെ വലങ്കൈ ഇപ്പൊ സോമിനി സീതാലക്ഷ്മിയാണ്. കൂടാതെ ആശ്രമത്തിലെ ഒരു താക്കോൽ സ്ഥാനം കൂടി സോമിനി സീതാലക്ഷ്മിക്ക് ഉടനെ എത്തിച്ചേരും. അപ്പൊ വെറുതെ അല്ല അമ്മായി തറവാട് ആശ്രമത്തിൽ എഴുതി കൊടുത്തത്. ഈ താക്കോൽ സ്ഥാനം എന്ന് പറയുമ്പോ പ്രസിഡന്റ് സെക്രട്ടറിയാ. ഉത്തമ. അല്ല, ഞാൻ അമ്മായിയുടെ ദാനധർമ്മത്തെ കുറിച്ച് പറയായിരുന്നു. സ്വാമിയാരേ, നമ്മ സീതമ്മ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരികയില്ലേ? ഓ എന്റെ മരതകം, എന്തിനാണ് സ്വാമിയോട് ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത്? അവര് ചോദിച്ചത് തെറ്റൊന്നുമില്ല. പേരെന്തെന്നാ പറഞ്ഞു? നേരത്തെ ഷിബു എന്നാ പറഞ്ഞത്. തന്റെ എന്റെ പേര് ഉത്തമൻ. അതായത് ഉത്തമ, സോമിന് സീതാലക്ഷ്മിയുടെ കോപത്തിന് കാരണമായ സാഹചര്യങ്ങൾ ഈ തറവാട്ടിൽ നിലനിൽക്കുന്നത്രയും കാലം അവരിങ്ങോട്ട് തിരിച്ചു വരില്ല. അല്ല, ഇവിടെ എന്താ രാധാലക്ഷ്മിയുടെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുകയാണോ? എന്റെ സാറാമേ, ഈ വന്നിരിക്കുന്ന ആശ്രമത്തിലെ സ്വാമിമാരാ, അല്ലാതെ പെണ്ണുകാണ ചടങ്ങൊന്നും അല്ല. അയ്യോ സോറി കേട്ടോ. അല്ലെ മൊത്തം ഈ സെറ്റപ്പ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരിയുടെ പെണ്ണുകാണൽ ചടങ്ങാണെന്ന്. നിർത്തണ നിന്റെ അഹങ്കാരം. അതെ രാധേച്ചി, സാറാമ്മ അമ്മയോട് പിണങ്ങണ്ട. കാരണം ഈ പഴവും ജ്യൂസും സെറ്റപ്പൊക്കെ കാണുമ്പോ എല്ലാവർക്കും അങ്ങനെ തോന്നുള്ളൂ. പിന്നെ ഈ ഒരു സ്വാമിനെ കാണുമ്പോ ഒരു മണവാളന്റെ ലുക്കും ഉണ്ട്. സ്വാമിമാരെ ഒന്നും വിചാരിക്കല്ലേ, ഈ കുടുംബത്തിലുള്ളവരുടെ സ്വഭാവം ഒരു പ്രത്യേക ടൈപ്പാ. അത് കുഴപ്പമില്ല, ഞങ്ങൾക്കറിയാലോ. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം ഈ വീടും പറമ്പും ഒക്കെ ചുറ്റി നടന്ന് കണ്ട് ആശ്രമത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാ. എന്നാ പിന്നെ നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടാലോ? എന്നാ ഇപ്പൊ തന്നെ പോവാ. ആയിക്കോട്ടെ. ഒക്കെ പോയിരിക്കുന്നു. നന്നാക്കിയിട്ട് ഇനിയിപ്പോൾ എത്ര കാലാണെന്ന് അറിയില്ല. അമ്മ ആശ്രമത്തിനും എടുക്കാൻ പോവാത്രേ. ഐ ചേതലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. പുണ്യ, സീതേച്ചിന്റെ ആശ്രമത്തിൽ നിന്ന് സ്വാമിമാര് വന്നിട്ടുണ്ടല്ലോ. ആ ഞാൻ അറിഞ്ഞു. അവരെ മഴ ക്ഷേമം തിരക്കാൻ വേണ്ടി ഒന്നും വന്നല്ലോ. ഇവിടെ വന്നു പോക്കോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അതെന്ത് വർത്താനാണ് പുണ്യെ?
നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വരുമ്പോൾ നമ്മളൊരു മര്യാദ കാണിക്കണ്ടേ? അപ്പോൾ ഇത് പോയി നോക്കിക്കേ. അതെ, അവരെന്തിനാ വന്നത് നിനക്കറിയാലോ? അറിയാം. അമ്മ ദാനം കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ വീട് കാണാൻ വന്നാ. അവര് വന്നോളും, കണ്ടോളും, പൊക്കോളും. അത് മതി. ചേടാ, ആ, ഇതിപ്പോ അവരോടുള്ള ദേഷ്യത്തിനെ വൃത്തിയാക്കുന്നത്. നീ നിന്റെ പണിയുടെ തൊട്ടോ ജമാല, ഞാൻ പറഞ്ഞുതരാ. മനുഷ്യവിടെ തലക്ക് തീ പിടിച്ച് നിൽക്കുകയാണ്. കളിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ തിന്നാല്. എന്നാലും എന്റെ കുമാരി ഇങ്ങനെയുണ്ടോ കുറെ സ്വാമിമാര്? നമ്മളും കുറെ സ്വാമിമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്തോന്നിത്? എന്ത്? ഭയങ്കര മോഡാ ഇവര്. അതെ, ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ കുറച്ച് ജാടിയൊക്കെ ഉണ്ടാവും. എന്നാലും എന്റെ പൊണ്ണി, ഞാൻ കുറെ സ്വാമിമാരെയൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ സ്വാമിമാർക്കൊക്കെ വിനയം കാണും. അവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാം. സംസാരിക്കുന്നതൊക്കെ കേട്ടാലേ നമ്മളങ്ങ് കേട്ടിരുന്നു പോവും. ഇത് ചുമ്മാ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചൊറിഞ്ഞങ്ങ് കേറും. അത് സുലുത എല്ലാത്തിലും ഉണ്ടാവൂലേ നല്ലതും ചീത്തയും. എനിക്ക് തോന്നണം എന്താ അറിയാമോ, അമ്മ കറങ്ങി കറങ്ങി ചെന്ന് പെട്ടുപോയക്കണ ഏതോ പൊട്ട ആശ്രമത്തിലാ. അത് കറക്റ്റ്. സത്യം പറ, വന്നവരൊരു തല്ലുണ്ടാക്കിയോ?